ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കുമായിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാൻ. ഇതിൻ്റെ കൂടെ ഞാനൊരു കാരമൽ ടീ കൂടി ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഗസ്റ്റുകളെ സന്തോഷിപ്പിക്കാൻ ഇതുപോലുള്ള ചായ മാത്രം മതി, അവർ ഹാപ്പി ആകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഡേറ്റ്സ് കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 മുട്ട, 2 സ്പൂൺ മിൽക്ക് പൗഡർ, 20 ഡേറ്റ്സ്, പിന്നെ കുറച്ച് നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഡേറ്റ്സും മിൽക്ക് പൗഡറും ഇട്ടുകൊടുത്ത് അടിച്ചെടുക്കാം. ഇതിന് പഞ്ചസാരൻ്റെ ആവശ്യമില്ല, നല്ല മധുരം ഈത്തപ്പഴത്തിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് പഞ്ചസാരൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉപ്പ് മറന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ടുകൊടുത്ത് അടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ ഇട്ടുകൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഉപ്പിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 1 സ്പൂണ് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈത്തപ്പഴം ഇങ്ങനെ ചെറുതായി പീസ് ഉള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി കൊടുക്കാം. ഇത് കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞാൽ ഇതിന് മുകളിലായി നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടിക്കൊടുത്ത് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഡേറ്റ്സ് കേക്കിൻ്റെ ഒരു ഭാഗം റെഡിയായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും റെഡിയാക്കി എടുക്കാം. ഇതുപോലുള്ളൊരു മൂടിയിൽ ഇട്ട് കൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ്സ് കേക്ക് റെഡിയായി. അപ്പോൾ ഇതാ ഡേറ്റ്സ് കേക്ക് റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി ഞാനിവിടെ കാരമൽ ടീ കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് കാരമൽ തയ്യാറാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഉണ്ടാക്കാൻ. ഫ്ലെയിം ഹൈ ആക്കിയാൽ കരിഞ്ഞു പോയി ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ ഇതാ കാരമൽ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം തിളച്ച് വന്നാൽ ഇതിലേക്ക് 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പാലും വെള്ളവും ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം.
പാല് നന്നായി തിളച്ച് വന്നാൽ അതിലേക്ക് 2 ടീ ബാഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായി തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നാൽ ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. എന്നിട്ട് ചായക്കടയിൽ നിന്നും അടിച്ചു കൊടുക്കുന്നത് പോലെ അടിച്ചെടുക്കാം. പറ്റുന്നവർ അങ്ങനെ അടിച്ചെടുക്കാം. എനിക്ക് എന്തായാലും അങ്ങനെ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനൊരു പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട്. അധികം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചായ ബാക്കി കാണത്തില്ല. അപ്പോൾ ഇത് അടിപൊളി കാരമൽ ടീ റെഡിയായിട്ടുണ്ട്. ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ചായയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.